വെളിപ്പാട് പുസ്തകം ഒരു ഒരു ട്രെയിലറാണ്. ട്രെയിലർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ട്രെയിലർ മൂവിയുടെയൊക്കെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ആൻ ആക്ച്വൽ സ്റ്റോറി, ഇറ്റ്സ് ഗിവിങ് സം ഓഫ് ദ ഇൻഫർമേഷൻ അബൌട്ട് എ മൂവി. ഇതുപോലെയാണ് ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയപ്പെടുന്നത് ഒരു ട്രെയിലറാണ്. ഈ ട്രെയിലറിൻ്റെ അകത്തൂടെ നമുക്ക് ഫുൾ സ്റ്റോറി നമുക്ക് ലഭിക്കുന്നില്ല. ഇത് വലിയ സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ അന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലൊക്കെ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്കൊരു ട്രെയിലർ മാത്രമേ തരുന്നുള്ളൂ. എന്നാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ചില മൂല്യങ്ങൾ ഉണ്ട്. നിങ്ങൾ ചില പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ വന്ന ഒരു വലിയൊരു മൂവി തന്നെയുണ്ട്, വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞ്. അതിൻ്റെ അകത്തൊരു മൂല്യമുണ്ട്. നിങ്ങൾക്ക് പലരും ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു മൂല്യം കേരളക്കര മൊത്തം പാടിക്കൊണ്ട് നടന്നതാണ്. ജിമിക്ക് കമ്പിൽ കട്ടുകൊണ്ട് പോയതും ബ്രാൻഡി കുപ്പി എടുത്തുകൊണ്ട് പോയൊരു മൂല്യം വെളിപ്പാട് പുസ്തകത്തിൽ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്തൂടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ പലപ്പോഴും പ്രബലമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ പഠിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയപ്പെടുന്നതും ഒരു മൂല്യം പങ്കുവയ്ക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മൂല്യം 17-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ 2 വഴികളെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 പട്ടണങ്ങളെ പറ്റിയാണ് പറയുന്നത്, 2 യാത്രകളെ പറ്റിയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, 17-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള വേദഭാഗങ്ങളിൽ 2 പട്ടണങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ 2 യാത്രകളെ പറ്റിയാണ്, അല്ലെങ്കിൽ 2 കൾച്ചറുകളെ പറ്റിയാണ്. അത് ബാബിലോണിയ കൾച്ചറും ഒന്ന് ജെറുസലേം കൾച്ചറുമാണ്. അതിൽ യാത്ര ചെയ്യുന്ന 2 വഴികളെ പറ്റിയാണ് 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കം ഔട്ട് ഫ്രം ബാബിലോൺ. ബാബിലോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളൊരു പദപ്രയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കം ഔട്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ മറ്റൊരു പദപ്രയോഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എൻറ്റർ ഇൻ ടു ദ സിറ്റി. ആ സിറ്റിയിലേക്ക്, നഗരവാതിലിൻ്റെ അകത്തേക്കുള്ള സിറ്റിയിലേക്ക് പ്രവേശിക്കുക. ഇപ്പം 2 ആഹ്വാനമാണ്, അല്ലെങ്കിൽ 2 മൂല്യങ്ങളാണ് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ സമൂഹത്തോട് പറയുന്നത്. ഒന്ന് കം ഔട്ട്, 2 എൻറ്റർ ഇൻ ടു എന്നുള്ളതാണ്. ഈ 2 കൾച്ചറുകളാണ് ഇവിടെ കാണുന്ന 2 കൾച്ചറുകളാണ്. ഒന്ന് ബാബിലോണിൻ്റെ കൾച്ചറും ഒന്ന് ജെറുസലേമിൻ്റെ കൾച്ചറുമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ഒന്ന് തിന്മയുടെ ഘടനയാണ്, അല്ലെങ്കിൽ മറ്റൊന്ന് നന്മയുടെ ഘടനയാണ്. നിങ്ങൾ ഒരു തിന്മയുടെ ഘടനയിൽ ഒന്നിൽ കാണാൻ നമുക്ക് മൃഗത്തെയും ഡ്രാഗണെയും ഒക്കെ കാണാൻ സാധിക്കും, അത് തിന്മയുടെ ഘടനയാണ്. എന്നാൽ മറ്റിടത്തെ കാണപ്പെടുന്നത് കുഞ്ഞാടിനെയാണ് കാണപ്പെടുന്നത്. സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ വഴിതെളിക്കുന്ന കുഞ്ഞാടിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം 2 വഴികൾ ഇവിടെ കാണാം. അതുകൊണ്ടാണ് ഈ 3-ാം അധ്യായം വായിക്കുന്നിടത്ത് ഉടുപ്പ് മലിനമായ ഒരു ഗ്രൂപ്പുണ്ട്, ഉടുപ്പ് മലിനമാകാത്ത ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പം 2 സിസ്റ്റങ്ങളാണ്, 2 വഴികളാണ്, 2 കൾച്ചറുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും പറയപ്പെടുന്നത് അശുദ്ധൻ തന്നെ, അതുപോലെ തന്നെ നീതിമാൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പം കറപ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയുണ്ട്, റൈച്ചസ് ആയിട്ടുള്ളൊരു വഴിയുണ്ട്. 2 വഴികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിടത്ത് വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തികളെ പറ്റി കാണാനായിട്ട് കഴിയുന്നുണ്ട്, മറ്റേത് പാപത്തിൻ്റെ ചുവപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം 2 വഴികൾ, 2 യാത്രകൾ, 2 എൻഡിങ്ങുകൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 17-ാം അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും ബാബിലോണിനെ പറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോണിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു പദപ്രയോഗം എന്ന് പറയപ്പെടുന്നത് മഹാവേശ്യ എന്നൊക്കെയാണ്. ഹോർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെയുള്ള പദമാണ് മഹാവേശ്യ. 17-ാം അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും ഞാൻ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞ് യോഹന്നാനെ കാണിക്കുകയാണ്. വേശ്യയുടെ ഒരു ചിത്രമാണ്. അത് ബാബിലോണിൻ്റെ കൾച്ചറിനെയാണ് കാണിക്കപ്പെടുന്നത്. എല്ലാവരെയും നശിപ്പിക്കുവാനും, അല്ലെങ്കിൽ എല്ലാവരെയും നിഗ്രഹിക്കുവാനും, എല്ലാവരെയും കൊല്ലുവാനും ഒക്കെ ശ്രമിക്കുന്ന ബാബിലോണിയൻ സംസ്കാരം, അല്ലെങ്കിൽ റോമൻ സംസ്കാരം. എന്നാൽ മറ്റൊരിടത്തും നമ്മൾ കാണുന്ന 19-ാമത്തെ അധ്യായത്തിലും 20-ാമത്തെ അധ്യായത്തിലും 21-ാമത്തെ അധ്യായത്തിലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഒരിടത്ത് കാണുന്നത് ഹോർ ആണ്, എന്നാൽ മറ്റൊരിടത്ത് കാണപ്പെടുന്നത് ബ്രൈഡാണ്. ഒരിടത്ത് കാണപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയപ്പെടുന്നത് വേശ്യയാണ്,
മറ്റൊരു തലത്തിൽ കാണിക്കപ്പെടുന്നത് കാന്തയാണ്, ഒരുങ്ങി നിൽക്കുന്ന. അവളുടെ വസ്ത്രം എന്ന് പറയപ്പെടുന്നത് ശുദ്ധവും ശുഭ്രവുമായ നീതിയുടെ വസ്ത്രമാണ്. അതുപോലെ തന്നെ ഈ ഹോറിൻ്റെ വസ്ത്രം എന്ന് പറയപ്പെടുന്നത് പാപത്തിൻ്റെ ചുവന്ന വസ്ത്രമാണ്. 17-ലും 18-ലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാബിലോൺ തന്നെ പ്രവാചകന്മാരെയും യേശുവിനെയും ഒക്കെ കൊന്ന, അല്ലെങ്കിൽ മർഡറിങ് വേ ആണ് അവർക്കുള്ളത്. മർഡറിങ് വേ ആണ്, യുദ്ധത്തിൻ്റെ വഴികളാണ്, അക്രമത്തിൻ്റെ, വയലൻസിൻ്റെ, അഗ്രസീവ് നേച്ചറിൻ്റെ ഒക്കെ വഴിത്താരകളാണ് ഈ ബാബിലോണിൻ കൾച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യെരുശലേം കൾച്ചറിൽ, അല്ലെങ്കിൽ ന്യൂ സ്പിരിച്വാലിറ്റിയിൽ, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ജെറുസലേമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സമുദ്രമില്ല. സമുദ്രം എന്ന് പറയപ്പെടുന്നത് ലോകത്തെ കാണിക്കുന്നതാണ്, ഇളകിമറിയുന്ന ആ ഒരു സിസ്റ്റത്തെ കാണിക്കപ്പെടുന്നതാണ്. അപ്പം അവിടെ പീസ് മേക്കിംഗ് ആണ്, ജീവവൃക്ഷം, ജീവഫലം, അതുപോലെ തന്നെ കുഞ്ഞാട് വിളക്കാട്ട് നിൽക്കുന്നത്, സ്ഫടിക തുല്യമായിരിക്കുന്നത്. ഇപ്പൊ സ്വസ്ഥതയെ കാണിക്കുന്ന പീസ് മേക്കിംഗ് ആണ്. ഒരു സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ലൈഫ് നിഗേറ്റിംഗ് സിസ്റ്റമാണ്, ലൈഫിനെ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ്. മറ്റൊരു സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ജീവജലം, ജീവവൃക്ഷം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് മറ്റൊരിടത്ത് കാണപ്പെടുന്നത്. ഒരിടത്ത് മർഡറിങ് ആണ്, വയലൻസ് ആണ്, അഗ്രസീവാണ്.